ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് അതിൻ്റെ യഥാർത്ഥ ചുരുൾ എന്ന്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കടക്കാം. പുതിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സത്യത്തിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രപഞ്ചം. എന്താണ് ഈ പ്രപഞ്ചം? ആരാണത് സൃഷ്ടിച്ചത്? അപ്പോൾ ദൈവം എന്നൊരു ശക്തി നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സത്യത്തിൽ ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പലവർക്കും സംശയങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശം? ദൈവം എന്തുകൊണ്ട് നേരിട്ടിറങ്ങുന്നില്ല, നമ്മളെ സഹായിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മളെ സഹായിക്കുന്നില്ല? നമ്മുടെ കാര്യങ്ങൾ ദൈവം കേൾക്കുന്നില്ല? ഇതൊക്കെ നമുക്ക് പലപ്പോഴും സംശയം വരുത്തുന്ന, നമ്മുടെ മനസ്സിൽ തന്നെ ഉള്ളിൽ ആലോചിക്കുന്ന കാര്യങ്ങളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ശക്തി. ആ ശക്തിയാണ് നമ്മൾ പുറമെ പ്രകടിപ്പിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. ദൈവം ഒരിക്കലും നേരിട്ട് വരില്ല, പക്ഷെ നമ്മുടെ ചിന്താഗതിയുടെ കൂടെ അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി, അതാണ് യഥാർത്ഥ ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ മതങ്ങൾക്ക് ഓരോ ദൈവങ്ങളാണ്, അവരെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ദൈവങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയാണ് നിരീശ്വരവാദികൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഉള്ള ഒരു ലോകത്തിലേക്ക്, നിരീശ്വരവാദി എന്ന് പറയുന്നത് തന്നെ ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ പിന്നീട് നമ്മൾ നിരീശ്വരവാദി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരു രസം? നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരെയാണ്? ആരെയുമില്ല. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ അന്വേഷിക്കുന്നതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് നമ്മൾ നിരീശ്വരവാദിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി അങ്ങ് വേർപിരിയും. നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി വേർപിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകാൻ റൂഹ് വരും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, നീ എന്നെ വിളിച്ചിരുന്നു, നീ ദൈവത്തെ വിളിച്ചിരുന്നു, നീ ഏത് ദൈവത്തെയാണ് വിളിച്ചത്? കഥകൾ ചോദിക്കും. ഇത് വെറുതെ ഉള്ളൊരു കഥയല്ല, ഓരോ ഗ്രന്ഥത്തിലും ഓരോന്നും എഴുതിയിട്ടുള്ള കഥയാണ്. അപ്പം ഈ ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനെ വിളിക്കുക. നമ്മൾ അങ്ങനെ വിളിച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും. അത് നമ്മൾ ചെയ്യേണ്ട കടമ തന്നെയാണ്. ഒരാൾ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ മതത്തെ ഒരിക്കലും ഒരാൾ പറയുന്നത് കേട്ടുകൊണ്ട് ഒരിക്കലും അതിനെ എതിർത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും സംശയം വരുന്നത്, ദൈവം എന്തുകൊണ്ട് ആളുകളെ സഹായിക്കുന്നില്ല? ഒരാൾ ജീവിക്കുമ്പോൾ പോസിറ്റീവും ഉണ്ടായിരിക്കണം, നെഗറ്റീവും ഉണ്ടായിരിക്കണം. ഈ ഒരു കടങ്കയിലൂടെയാണ് ഒരു മനുഷ്യൻ പോകുന്നത്. അവൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. ചിലവർ പറയും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്യുന്ന പാപങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതാണ് എന്ന്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കഴിഞ്ഞ ജന്മം ഉണ്ടോ എന്ന് എല്ലാവർക്കും ഒരു സംശയം കാണും, അല്ലേ? പക്ഷെ സത്യത്തിൽ കഴിഞ്ഞ ജന്മം ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. എനിക്കങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആരാണെന്ന് നമുക്ക് ഓർമ്മ കാണില്ല. നമുക്കൊരിക്കലും നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ആരാണ് എന്ന് ഓർമ്മ കാണില്ല. ചിലപ്പോൾ മനുഷ്യന് തന്നെ ആയിരുന്നേക്കാം, മൃഗങ്ങൾ, പക്ഷികൾ, പല ജന്തുക്കളുമായിരുന്നേക്കാം. നമുക്കതറിയില്ല. നമ്മൾ പുനർജനിക്കുന്നു. ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എൻ്റെ സ്വയമായി കണ്ടെത്തലിലൂടെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദൈവം ഏലിയൻസ് ആണോ എന്നുള്ള കാര്യം, അത് പൂർണ്ണമായും അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ എൻ്റെ ഒരു ചിന്തയിലൂടെ നോക്കുമ്പോൾ ഏറെക്കുറെയൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ദൈവത്തെ നേരിട്ട് കാണുന്നില്ല, ഏലിയൻസിനെ നേരിട്ട് കാണുന്നില്ല, പക്ഷെ അവരെ അറിയുന്നുണ്ട് അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഏലിയൻസ് തന്നെ ആയിരുന്നേക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഏലിയൻസിന് എല്ലാ ശക്തികളും ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അത് വരുന്ന വാഹനം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഏലിയൻസിനെ കുറിച്ച് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് ഇതിപ്പം മനസ്സിലാവും.